So welcome back to our channel CTech. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് CST 303യുടെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ഏതുവരെയാണ് ഡിസ്കസ് ചെയ്ത നെറ്റ്വർക്ക് ഹാർഡ്വെയർ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോപ്പോളജീസ് ഒക്കെ പറഞ്ഞു. നമുക്ക് ഇനി മോഡ്യൂൾ 1ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ റെഫറൻസ് മോഡൽസ്. അപ്പോൾ നമുക്ക് മെയിൻലി രണ്ട് റെഫറൻസ് മോഡൽസ് ആണ് പഠിക്കാനുള്ള സിലബസിൽ, OSI റെഫറൻസ് മോഡലും TCP IP റെഫറൻസ് മോഡലും. പാർട്ട് ബിയിൽ ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് OSI റെഫറൻസ് മോഡൽ. 14 മാർക്കിനും 7 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് OSI റെഫറൻസ് മോഡൽ. OSI റെഫറൻസ് മോഡൽ. സോ എന്താണ് OSI റെഫറൻസ് മോഡൽ എന്ന് നോക്കാം. OSI മീൻസ് ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ. അതായത് ഈ തമ്മിലുള്ളൊരു ഇന്റർ കണക്ഷൻ, അതായത് എന്താണ് ഓപ്പൺ സിസ്റ്റംസ്, അതായത് ആ സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വേറെ ഏതൊരു സിസ്റ്റമായിട്ടും ഓപ്പൺ ഫോർ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് ഈ ഓപ്പൺ സിസ്റ്റം. ആ ഓപ്പൺ സിസ്റ്റംസ് തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ആണ് OSI റെഫറൻസ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡിസൈൻ ചെയ്തത് ISO ആണ്, അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് ഈ മോഡലിനെ നമുക്ക് എന്തെന്ന് പറയാം, ISO OSI റെഫറൻസ് മോഡൽ എന്നും പറയാം. മെയിൻലി ഈ OSI റെഫറൻസ് മോഡൽ മൊത്തത്തിൽ ഒരു 7 ലെയേഴ്സ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ലെയർ, സെക്കൻഡ് വൺ പ്രസന്റേഷൻ ലെയർ, സെക്ഷൻ ലെയർ, ട്രാൻസ്പോർട്ടേഷൻ ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. അങ്ങനെ ഒരു ടോട്ടൽ ഓഫ് 7 ലെയേഴ്സ് ഉണ്ട്. ഈ 7 ലെയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായും OSI മോഡൽ ഫോളോ ചെയ്യുന്ന എന്ത് ആർക്കിടെക്ചറാണ്, ഒരു ലെയേർഡ് ആർക്കിടെക്ചറാണ്. എന്ത് ആർക്കിടെക്ചറാണ്? ഒരു ലെയേർഡ് ആർക്കിടെക്ചറാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഫോണോ ഒരു കമ്പ്യൂട്ടറോ തമ്മിൽ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ ഫോണാണ് ഹോസ്റ്റ് എ, കമ്പ്യൂട്ടറാണ് ഹോസ്റ്റ് ബി എന്ന് വിചാരിക്കുക. ഈ ഹോസ്റ്റ് എക്കും ഹോസ്റ്റ് ബിക്ക് ഈ 7 ലെയേഴ്സും കാണും. ഓക്കെ, OSI റെഫറൻസ് മോഡൽ വെച്ച് 7 ലെയേഴ്സും കാണും ഡേറ്റ ട്രാൻസ്മിഷനിൽ. അതിൽ ആദ്യം ഡേറ്റ വരുന്നത് ആപ്ലിക്കേഷൻ ലെയറിലായിരിക്കും. എന്നിട്ട് അത് പാസ് എവിടെ, പ്രസന്റേഷൻ ലെയറിലോട്ടും സെക്ഷൻ ലെയറിലും ട്രാൻസ്പോർട്ട് ലെയറും നെറ്റ്വർക്ക് ലെയറിലും ഡേറ്റ ലിങ്ക് ലെയറിലോട്ട് പാസ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ ഹോസ്റ്റ് എയുടെ ഫിസിക്കൽ ലെയർ, ഫിസിക്കൽ മീഡിയത്തിലെത്തും. ഈ ഫിസിക്കൽ മീഡിയത്തിൽ നിന്നാണ് ഹോസ്റ്റ് ബിയുടെ ഫിസിക്കൽ മീഡിയത്തിലോട്ട് ഡേറ്റ പോകുന്നത്. എന്നിട്ട് അത് പോകുന്നത് ഡേറ്റ ലിങ്കിലോട്ടും തിരിച്ച് റിവേഴ്സ് ആയിട്ടാണ് വന്നത്. ഡേറ്റ ലിങ്കിലോട്ട് പാസ് ചെയ്യും, ദെൻ ടു നെറ്റ്വർക്ക്, ദെൻ ടു ട്രാൻസ്പോർട്ട്, സെക്ഷൻ, പ്രസന്റേഷൻ. ലാസ്റ്റ് നമ്മുടെ ഡേറ്റ വന്ന് റിസീവ് ഔട്ട്പുട്ട് കിട്ടുന്നത് ആപ്ലിക്കേഷൻ ലെയറിലായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡേറ്റ ഫ്ലോ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹോസ്റ്റ് എയുടെ ആപ്ലിക്കേഷൻ ലെയറും ഹോസ്റ്റ് ബിയുടെ ആപ്ലിക്കേഷൻ ലെയറും തമ്മിൽ എന്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ വെച്ച് ഇന്റർലിങ്ക്ഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലെയേർഡ് ആർക്കിടെക്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. സോ ഇനി നമ്മൾ പറഞ്ഞു ഹോസ്റ്റ് എക്ക് ഈ 7 ലെയേഴ്സും കാണും, ഹോസ്റ്റ് ബിക്ക് 7. ഈ 7 ലെയേഴ്സിനും അതിൻ്റെ ഫംഗ്ഷനിങ് ആയാലും പെർഫോമൻസ് എല്ലാം എന്താ സെയിം ആണ്. ലെയേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ ഓക്കെ, എല്ലാം ഈക്വൽ ആണ്. ആ ഒരു ഡേറ്റ ഫ്ലോ മാത്രം അതായത് ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്നാണ് ഒരു ഡേറ്റ വരുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് ഡേറ്റ വന്ന് ഫിസിക്കൽ ലെയറിൽ വന്നിട്ട് ഫിസിക്കൽ ലെയറിൽ നിന്ന് ഇവിടെ ഹോസ്റ്റ് ബിയിലാണെങ്കിൽ ഫിസിക്കൽ ലെയറിൽ നിന്ന് തിരിച്ച് ആപ്ലിക്കേഷൻ ലെയറിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ ഓരോ ലെയേഴ്സിനെ പറ്റി, ഓരോ ലെയേഴ്സിൻ്റെ ഫംഗ്ഷനിങ് എന്തൊക്കെയാണ് ഓരോ ലെയേഴ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഫിസിക്കൽ ലെയർ എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റികൾ, ഫിസിക്കൽ ലെയർ കൺസേൺ ചെയ്യുന്ന കാര്യങ്ങൾ. ഫിസിക്കൽ ലെയർ മെയിൻലി ഹാൻഡിൽ ചെയ്യുന്ന ട്രാൻസ്മിഷൻ ഓഫ് റോ ബിറ്റ്സ് ആണ്. അതായത് നമ്മുടെ സീറോസ് ആൻഡ് വൺസ് ആണ്. ആ ഒരു സീക്വൻസ് ഓഫ് സ്ട്രീം ഓഫ് ബിറ്റ്സ് ആണ് എന്ത് ഫിസിക്കൽ ലെയർ ഡേറ്റയിൽ കൺസിസ്റ്റ് ആവുന്നത്. അതായത് നമ്മളെ ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഡേറ്റ ലിങ്ക് കഴിഞ്ഞിട്ടുള്ള ലെയർ ആണ് എന്ത് ഫിസിക്കൽ ലെയർ അല്ലേ. സോ ഈ ഡേറ്റ ലിങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഡിവൈഡ് ചെയ്ത്, അതായത് ഒരു സ്ട്രീം ഓഫ് ബിറ്റ്സിനെ ഡിവൈഡ് ചെയ്ത് ഡേറ്റ ലിങ്ക് ആർക്ക് കൊടുക്കും, നമ്മുടെ ഫിസിക്കൽ ലെയറിന് കൊടുക്കും. ഈ ഫിസിക്കൽ ലെയർ എന്ത് ചെയ്യും, മെയിൻലി ഈ സ്ട്രീം ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് റോ ബിറ്റ്സ്, അതായത് നമ്മുടെ മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള സീറോസും വൺസിൻ്റെ ഒരു സീക്വൻസ് ആണ് ഫിസിക്കൽ ലെയർ ഹോസ്റ്റ് ബിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്ന അതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ബിറ്റ്സ് റെപ്രസെൻറ്റേഷൻ ആണ് ഫിസിക്കൽ ലെയർ കാണിക്കുന്നത്. അതിൽ മെയിൻലി ഈ ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബിറ്റ്സിനെ എന്താക്കണം, ടു ബി എൻകോഡ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബിറ്റ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഡേറ്റ ട്രാൻസ്മിഷൻ ഫിസിക്കൽ ലെയറിൽ വരികയാണ്, സിഗ്നലിംഗ് ആണ്. അതായത് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ടോ അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ സിഗ്നൽ ആയിട്ടോ ഈ ബിറ്റ്സിനെ എൻകോഡ് ചെയ്താണ് ട്രാൻസ്മിഷൻ പോസിബിൾ ആവുന്നത്. അതുപോലെ ഡേറ്റ റേറ്റ് ആണെങ്കിൽ ദ ട്രാൻസ്മിഷൻ റേറ്റ്, അതായത് നമ്മളെ ഇറ്റ് ഡിഫൈൻസ് ദ ഡ്യൂറേഷൻ ഓഫ് എ ബിറ്റ്. ആ ഒരു ബിറ്റ് എത്ര ടൈം എടുക്കുന്നു, ആ ഡ്യൂറേഷൻ, ആ ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡ്യൂറേഷനാണ് ഡേറ്റ റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ സിങ്ക്രണൈസേഷൻ ഓഫ് ബിറ്റ്സ്, അതായത് സെൻഡറും റിസീവറിനും
സെയിം ബിറ്റ് റേറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ആ ഒരു ബിറ്റ് ലെവൽ സിങ്ക്രണൈസ്ഡ് ചെയ്യണം. അതാണ് സിങ്ക്രണൈസേഷൻ ഓഫ് ബിറ്റ്സ്. പിന്നെ ലൈൻ കോൺഫിഗറേഷൻ, ഈ ഫിസിക്കൽ ലെയറിൽ വേറൊരു ഇതായിട്ട് കണക്ഷൻ, അതായത് രണ്ട് ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, ഒരു ഡെഡിക്കേറ്റഡ് ലിങ്ക് വേണം. സോ ഇവിടെ ഒരു പോയിന്റ് ടു പോയിന്റ് ലൈൻ കോൺഫിഗറേഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ ഫിസിക്കൽ ടോപ്പോളജി, നമ്മൾ ടോപ്പോളജീസ് പഠിച്ചു. ഏതൊക്കെ ടോപ്പോളജീസ്? നെറ്റ്വർക്ക് ഡിവൈസസ് കണക്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് മേക്ക് ചെയ്യാനുള്ള ടോപ്പോളജീസ് നമ്മൾ പഠിച്ചു. മെഷ്, ബസ്, ഇതിൽ ഏത് വേണോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. മെഷോ, റിങ്ങോ, ബസ്സോ, ഹൈബ്രിഡോ. അതേപോലെ ട്രാൻസ്മിഷൻ മോഡാണെങ്കിൽ നമുക്കറിയാം, ആ ഒരു ട്രാൻസ്മിഷൻ മോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിവൈസസ് തമ്മിലുള്ള ട്രാൻസ്മിഷൻ ഡയറക്ഷൻ ആയിരിക്കും ഡിഫൈൻ ചെയ്യുക. അത് നമുക്ക് സിംപ്ലെക്സോ, ഹാഫ് ഡ്യൂപ്ലെക്സോ, ഫുൾ ഡ്യൂപ്ലെക്സോ ഫിസിക്കൽ ലെയറിൽ യൂസ് ചെയ്യാം. ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ആണ് ഫിസിക്കൽ ലെയറിനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്ന ഡേറ്റ ലിങ്ക് ലെയർ. ഡേറ്റ ലിങ്ക് ലെയർ എന്തൊക്കെ കാര്യങ്ങൾ പെർഫോം ചെയ്യുമെന്ന് നോക്കാം. ഡേറ്റ ലിങ്ക് ലെയറിൽ മെയിൻലി അവിടെ ഒരു ഫ്രെയിം മൂവ്മെന്റ് ആയിരിക്കും. അതായത് ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലോട്ട് ഒരു നോഡ് ടു നോഡ് ഡെലിവറി ആണ് ഡേറ്റ ലിങ്ക് ലെയറിൽ പെർഫോം ചെയ്യുന്നത്. മെയിനായിട്ടുള്ള അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് ഫ്രെയിമിംഗ്, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, ആക്സസ് കൺട്രോൾ ആൻഡ് ഫിസിക്കൽ അഡ്രസ്സിംഗ്. ഫ്രെയിമിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഈ ഡേറ്റ ലിങ്ക് ലെയർ, നമ്മൾ ഫിസിക്കൽ ലെയറിന് ഡേറ്റ ഔട്ട്പുട്ട്, ഈ സ്ട്രീം ഓഫ് ബിറ്റ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ഡേറ്റ ലിങ്ക് ലെയർ. അപ്പോൾ ഈ ഡേറ്റ ലിങ്ക് ലെയർ എന്ത് ചെയ്യും? ഈ സ്ട്രീം ഓഫ് ബിറ്റ്സിനെ ഡിവൈഡ് ചെയ്ത് ആർക്ക് കൊടുക്കും? നമ്മുടെ ഫിസിക്കൽ ലെയറിന് കൊടുക്കും. ഈ ഡേറ്റ ലിങ്കിൽ എങ്ങനെയാണ് ഈ സ്ട്രീം ഓഫ് ബിറ്റ്സ് കിട്ടിയത്? അത് ഫ്രം അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലെയർ, അതായത് നെറ്റ്വർക്ക് ലെയർ. ഓക്കെ അല്ലേ? പിന്നെ ഫ്ലോ, അതാണ് ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് ഓഫ് ദ സീക്വൻസ് ഓഫ് ബിറ്റ്സ് ആണ്. ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇഫ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഡേറ്റ ആർ അബ്സോർബ്ഡ് ബൈ ദ റിസീവർ. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു ഡേറ്റ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ റിസീവറിനോട്ട് അയക്കുമ്പോൾ ആ ഡേറ്റ ലിങ്ക് ലെയർ ആണ് ഫ്ലോ കൺട്രോൾ മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ആ റേറ്റ്, ആ ഡേറ്റ അബ്സോർബ് ചെയ്യുന്ന റിസീവർ ഇപ്പം ആ റേറ്റ് മറ്റേ പ്രൊഡ്യൂസ് ചെയ്ത സെൻറ്ററിനെയും കാട്ടിയാണോ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ, ആ ഡേറ്റ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ ഡേറ്റ ലിങ്ക് ലെയർ കൊടുക്കുന്ന മെക്കാനിസമാണ് ഫ്ലോ കൺട്രോൾ മെക്കാനിസം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. നെക്സ്റ്റ് വൺ എറർ കൺട്രോൾ. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഡേറ്റ ലിങ്ക് ലെയർ ഫിസിക്കൽ ലെയറിലോട്ട് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫ്രെയിംസ് ലോസ്റ്റ് ആവുകയോ ഏതെങ്കിലും ബിറ്റ്സ് ലോസ്റ്റ് ആവുക, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കൺട്രോൾ ചെയ്യുന്ന, എറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസമാണ് എറർ കൺട്രോൾ. അതുപോലെ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടോ അധികം ഡിവൈസസ് ഒരു സെയിം ലിങ്കുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ആ ഡേറ്റ ലിങ്ക് ലെയർ പ്രോട്ടോക്കോൾ എന്ത് ചെയ്യണം? ഡിറ്റർമൈൻ ചെയ്യണം ഏത് ഡിവൈസാണ് ഏത് ലിങ്കുമായിട്ട് കണക്ട് ചെയ്യിക്കണം. ഇപ്പോൾ രണ്ടിലധികം ഒരു ലിങ്കുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ അത് ഡിറ്റർമൈൻ ചെയ്യാനാണ് ആക്സസ് കൺട്രോൾ. പിന്നെ ഫിസിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇപ്പോൾ ഒരു ഫ്രെയിംസ് ഒരു നെറ്റ്വർക്കിൽ ഡിഫറെൻറ്റ് സിസ്റ്റമായിട്ട് എന്തായിരിക്കും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡേറ്റ ലിങ്ക് ലെയറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സെൻറ്ററും റിസീവറും, ഏതാണ് ഈ സെൻറ്റർ ഏതാണ് റിസീവർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഡേറ്റ ലിങ്ക് ലെയർ ആഡ്സ് എ ഹെഡർ ടു ദ ഫ്രെയിം. ഓരോ ഫ്രെയിമിന് എന്ത് കൊടുക്കും? ഒരു ഹെഡർ കൊടുക്കും. ആ ഒരു ഹെഡർ വഴിക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഏതാണ് സെൻറ്റർ ഏതാണ് റിസീവർ. ഫ്രെയിമിൻ്റെ കൂടെ ഒരു ഹെഡറും കൂടി ആഡ് ചെയ്യുന്നതാണ് ഫിസിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറയുക. Okay, if the frame is intended for a system outside the sender's network, the receiver address is the address of the device that connects to the network to the next one. Okay, ഇത്രയാണ് മെയിൻലി ഡേറ്റ ലിങ്ക് ലെയറിൽ വരിക. ഓക്കെ, അതായത് കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മളെ തേർഡ് ലെയർ ആണ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ മെയിൻലി റെസ്പോൺസിബിൾ ഒരു സോഴ്സ് ടു, നമ്മൾ ഡേറ്റ ലിങ്കിൽ എന്താ പറഞ്ഞാൽ നോഡ് ടു നോഡ് ഡെലിവറി. ഇവിടെ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡെലിവറി ഓഫ് എ പാക്കറ്റ് ആണ്. ഇവിടെ ഒരു യൂണിറ്റ് ഓഫ് ഡേറ്റ അവർ എക്സ്ചേഞ്ച്, അത് നോഡ്സ് വഴി ഒരു യൂണിറ്റ് ഓഫ് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നവർ എന്തെന്നാണ് വിളിക്കുന്നത്? പാക്കറ്റ് ആണ്. പാക്കറ്റ് ഡെലിവറിയാണ് നെറ്റ്വർക്ക് ലെയറിൽ സംഭവിക്കുന്നത്. നെറ്റ്വർക്ക് ലെയർ മെയിൻലി എൻഷുർ ചെയ്യുന്ന ഈച്ച് പാക്കറ്റ്, അതായത് ആ ഒറിജിനിൽ നിന്ന് ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ഈ പാക്കറ്റ് എത്തുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ്. അത് വേറെയുള്ള റെസ്പോൺസിബിലിറ്റി ലോജിക്കൽ അഡ്രസ്സിങ്ങും റൗട്ടിംഗ് ആണ്. എന്താണ് ലോജിക്കൽ അഡ്രസ്സിംഗ്? നമ്മൾ നേരത്തെ ഡേറ്റ ലിങ്ക് ലെയറിൽ ഫിസിക്കൽ അഡ്രസ്സിംഗ് പഠിച്ചല്ലേ? ഫിസിക്കൽ അഡ്രസ്സിംഗ് പോലെ തന്നെയാണ് ഫിസിക്കൽ അഡ്രസ്സിംഗ് മെയിൻലി ഇംപ്ലിമെൻറ്റ് ചെയ്യണത് എന്താണ്? ആ ഒരു അഡ്രസ്സിംഗ് പ്രോബ്ലം ലോക്കലി ഹാൻഡിൽ ചെയ്യാൻ ഡേറ്റ ലിങ്ക് ലെയർ ചെയ്യുന്നതാണ് ഫിസിക്കൽ അഡ്രസ്സിംഗ്. പക്ഷേ ലോജിക്കൽ അഡ്രസ്സിംഗ് മെയിൻലി ഇപ്പോൾ ഒരു പാക്കറ്റ് ഒരു നെറ്റ്വർക്ക് ബൗണ്ടറി കൂടെ പാസ് ചെയ്യാനെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വി നീഡ്
we need another addressing system to help to distinguish the source and destination. നമുക്ക് ആ സോഴ്സും എവിടെ നിന്നാണ് അത് വന്നത്, എവിടെ നിന്നാണ് അത് പോവേണ്ട, ആ സോഴ്സും ഡെസ്റ്റിനേഷനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് വേറൊരു അഡ്രസ്സിങ് സിസ്റ്റം വേണം. ആ ഒരു അഡ്രസ്സിങ് സിസ്റ്റമാണ് എന്ത്, ലോജിക്കൽ അഡ്രസ്സിങ്. ഓക്കെ അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞ ഫിസിക്കൽ അത് ഡേറ്റ ലിങ്ക് ലെയറിലാണ്. ലോജിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സോഴ്സും ഡെസ്റ്റിനേഷനും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഒരു പുതിയതായിട്ടൊരു അഡ്രസ്സിംഗ് സിസ്റ്റം, അതാണ് ലോജിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറയാം. ദ നെറ്റ്വർക്ക് ലെയർ ആഡ്സ് എ ഹെഡർ ടു ദ പാക്കറ്റ് കമ്മിങ് ഫ്രം ദ അപ്പർ ലെയർ ദാറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ഒരു ഹെഡർ നെറ്റ്വർക്ക് ലെയർ എന്തെയും ആഡ് ചെയ്യും ആ പാക്കറ്റിൽ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. നെക്സ്റ്റ് വരുന്നത് റൗട്ടിംഗ് ആണ്. റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ മൾട്ടിപ്പിൾ പാർട്സ് കാണും അല്ലേ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ. അതിൽ ഏതാണ് ബെസ്റ്റ് പാത്ത്, അല്ലെങ്കിൽ ഒരൊറ്റ റൂട്ടേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂ ഡേറ്റ ഫ്ലോയ്ക്ക്. അപ്പോൾ അത് ഏത് പാത്താണ് കറക്റ്റ്, ഏത് പാത്താണ് എന്തുവാ പെർഫെക്റ്റ് വൺ, ഓൺലി ആ ഒരു റൂട്ടിനെ സെലക്ട് ചെയ്യുന്നതാണ് എന്ത് റൗട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഫോർത്ത് ലെയർ വന്നിട്ട് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അപ്പോൾ എന്താണ് ട്രാൻസ്പോർട്ട് ലെയർ? ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അറിയാലോ. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ? നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് എന്ത്, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക, ഇവിടെ നിന്ന് അവിടം വരെ പോവുക. അത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ബസ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ആ ഒരു പോകുന്ന ആ ഒരു അതിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ലെയറിൽ മെയിൻലി അത് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു പ്രോസസ് ടു പ്രോസസ് ഡെലിവറി, ആ ഒരു എൻ്റർ മെസ്സേജിൻ്റെ പ്രോസസ് ടു പ്രോസസ് ഡെലിവറിയാണ് ട്രാൻസ്പോർട്ടേഷൻ ലെയറിൽ നടക്കുന്നത്. അത് റെസ്പോൺസിബിലിറ്റി വന്നിട്ട് കണക്ഷൻ കൺട്രോളും സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലിയും ഫ്ലോ കൺട്രോളും ഇറർ കൺട്രോളും. അപ്പോൾ എന്താണ് ഈ കണക്ഷൻ കൺട്രോൾ? ദ ട്രാൻസ്പോർട്ട് ലെയർ ക്യാൻ ഐദർ കണക്ഷൻ ലെസ് ഓർ കണക്ഷൻ ഓറിയൻറ്റഡ്. അപ്പോൾ നമ്മൾ രണ്ട് പഠിച്ചിട്ടുണ്ട്, എന്താണ് രണ്ട് ട്രാൻസ്മിഷനാണത്, കണക്ഷൻ ഓറിയൻറ്റഡും കണക്ഷൻ ലെസ്. കണക്ഷൻ ഓറിയൻറ്റഡ് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ മേക്സ് എ കണക്ഷൻ വിത്ത് ദ ട്രാൻസ്പോർട്ട് ലെയർ അറ്റ് ദ ഡെസ്റ്റിനേഷൻ മെഷീൻ ഫസ്റ്റ് ബിഫോർ ഡെലിവറിങ് ദ പാക്കറ്റ്സ്. അതായത് പാക്കറ്റ്സ് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് കണക്ഷൻ ഓറിയൻറ്റഡ് ട്രാൻസ്പോർട്ട് ലെയർ ആണെങ്കിൽ എന്താ ഡെസ്റ്റിനേഷൻ മെഷീനുമായിട്ട് നേരത്തെ ഒരു കണക്ഷൻ വച്ചിരിക്കും. ഓക്കെ, ആഫ്റ്റർ ഓൾ ദ ഡേറ്റ ട്രാൻസ്ഫർ കണക്ഷൻ ഈസ് ടെർമിനേറ്റ്. എന്നിട്ട് എല്ലാ ഡേറ്റ പാക്കറ്റ്സും ട്രാൻസ്ഫർ ചെയ്തിട്ടായിരിക്കും ആ കണക്ഷൻ എന്ത് ചെയ്യുന്നത്, ടെർമിനേറ്റ് ചെയ്യുന്നത്. അതാണ് കണക്ഷൻ കൺട്രോൾ. ഏതാണ് ഈ കണക്ഷൻ ലെസ് ആണോ കണക്ഷൻ ഓറിയൻറ്റഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ട്രാൻസ്മിഷൻ ലെയർ ആണ്. നെക്സ്റ്റ് വരുന്നത് TCP, അതായത് രണ്ട് പ്രോട്ടോകോൾസ് ആണ് കണക്ഷൻ ഓറിയൻറ്റഡിൽ വരുന്നത്, TCPയും UDP. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളും UDP എന്ന് പറഞ്ഞാൽ യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ഇത് രണ്ടും ഒന്ന് TCP എന്ന് പറഞ്ഞാൽ റിലയബിൾ കമ്മ്യൂണിക്കേഷൻ ആണ്, UDP എന്ന് പറയുന്നത് നോൺ റിലയബിൾ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ റിലയബിൾ കമ്മ്യൂണിക്കേഷൻ എന്താ, നമ്മൾ കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോകോൾ ആണല്ലേ. അതായത് നമുക്കിപ്പോൾ ഒരു മെസ്സേജ് തന്നാൽ നമ്മൾ അതിന് എന്താ ഒരു റിപ്ലൈ തരും, ആ ഒരു അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്ത് പോകുന്നതായിരിക്കും റിലയബിൾ കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ ഓറിയൻറ്റഡിൽ വരുന്നത്. മറ്റേത് അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു UDPയിൽ വരുന്നത് നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും മെസ്സേജ് അയച്ച് അത് നമുക്ക് അറിയത്തില്ല, അവർക്കത് റിസീവ് ചെയ്തു അവർ കണ്ടു നമുക്കറിയത്തില്ല. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ലൈവ് ചാറ്റൊക്കെ ഇല്ലേ, നമുക്ക് കാണാം, നമുക്ക് തിരിച്ച് നമുക്കൊരു അങ്ങോട്ടൊരു അക്നോളജ്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല, ലൈവ് ചാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതേപോലെ. ഓക്കെ, അവിടെ എന്താ അക്നോളജ്മെൻറ്റ് കാണത്തില്ല, നമുക്കൊരു റിപ്ലൈ നമുക്ക് കിട്ടത്തില്ല കണക്ഷൻ ലെസ്, അതായത് UDPയിൽ കഴിയത്തില്ല. ഓക്കെ, ഇതാണ് മെയിൻലി വരുന്ന കണക്ഷൻ കൺട്രോൾ. പിന്നെ സെഗ്മെൻറ്റേഷൻ ആൻഡ് അസംബ്ലിയിൽ എന്ന് പറഞ്ഞാൽ ദ മെസ്സേജ് ഇസ് ഡിവൈഡഡ് ഇൻറ്റു ട്രാൻസ്മിറ്റബിൾ സെഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും, ഈ മെസ്സേജിനെ ഡിവൈഡ് ചെയ്യും. വിത്ത് ഈച്ച് സെഗ്മെൻറ്റ് കണ്ടെയ്നിങ് എ സീക്വൻസ് നമ്പർ, അതിൻ്റെ കൂടെ ഒരു സീക്വൻസ് നമ്പർ, അതായത് നമ്മൾ ഈ ഒരു മെസ്സേജിനെ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ആ സെഗ്മെൻറ്റ്സിനെ കൊടുക്കും, ഒരു സീക്വൻസ് നമ്പറും കൂടി കൊടുക്കും. എന്തിനാണ് ഈ സീക്വൻസ് നമ്പർ കൊടുക്കുന്നത്? ഇപ്പോൾ ഏതെങ്കിലും പാക്കറ്റ്സ് മിസ്സായാലോ, അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ എത്തണമെന്നില്ല റിസീവറിന്. ഒക്കെ ചിലപ്പോൾ ഏതെങ്കിലും പാക്കറ്റ്സ് മിസ്സപ്പായോ അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ എത്താതെ എന്തെങ്കിലും മിസ്സായി പോകും. അപ്പോൾ ഈ സീക്വൻസ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മിസ് മാച്ച് ആയിട്ട് വന്നാൽ ആ നമ്പർ വെച്ച് നമുക്ക് കറക്റ്റ് ഓർഡറിൽ ആക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് സെഗ്മെൻറ്റേഷൻ ആൻഡ് റീഅസംബ്ലി. നെക്സ്റ്റ് ഫ്ലോ കൺട്രോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ആ ഡേറ്റയുടെ ഫ്ലോയിൽ എന്തെങ്കിലും ഫ്ലോ മെക്കാനിസം വരുന്ന ഫ്ലോ കൺട്രോൾ, അതേപോലെ എന്തെങ്കിലും ഇറേഴ്സ് പാക്കറ്റ്സ് മിസ്സാവുകയോ ഫ്രെയിംസ് മിസ്സാവുകയോ ലോസ്റ്റ് ആവുന്ന സമയത്ത് ഇറർ കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസംസ് ആണ്. നെക്സ്റ്റ് വരുന്ന സെക്ഷൻ ലെയർ. എന്താണ് സെക്ഷൻ ലെയർ നോക്കാം. നമ്മൾ 5ാമത്തെ ലെയർ ആണ് സെക്ഷൻ ലെയർ.
സെക്ഷൻ ലെയറിൽ മെയിൻലി ഇറ്റ് എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻസ് സിങ്ക്രണൈസസ് ഇൻട്രാക്ഷൻ എമൗണ്ട് കമ്മ്യൂണിക്കേറ്റിംഗ് സിസ്റ്റം. സെക്ഷൻ ലെയർ ആണ് മെയിൻലി നമ്മുടെ ഡയലോഗ് കൺട്രോളിനും സിങ്ക്രണൈസേഷനും എന്ത് ചെയ്യുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയർ ആണ് സെക്ഷൻ ലെയർ. മെയിനായിട്ട് അവിടെ ചെയ്യുന്ന ഡയലോഗ് കൺട്രോളും സിങ്ക്രണൈസേഷൻ, ഈ രണ്ട് റെസ്പോൺസിബിലിറ്റിയാണ് സെക്ഷൻ ലെയർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം എന്താണ് ഡയലോഗ് കൺട്രോൾ. എന്താണ് ഡയലോഗ് കൺട്രോൾ? The section layer allows two systems to enter into a dialogue. അതായത് ഈ സെക്ഷൻ ലെയർ രണ്ട് സിസ്റ്റത്തെയാണ് ഡയലോഗിലോട്ട് എൻ്റർ ചെയ്യാൻ അനുവദിക്കുന്നത്. ഇറ്റ് അലോസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പ്രോസസ്സസ് ടു ടേക്ക് പ്ലേസ് ഇൻ ഐദർ ഹാഫ് ഡ്യൂപ്ലെക്സ് ഓർ ഫുൾ ഡ്യൂപ്ലെക്സ്. അതായത് സെക്ഷൻ ലെയർ ആണ് തീരുമാനിക്കുന്നത് ഏത് ഫുൾ ഡ്യൂപ്ലെക്സ് ആണോ ഹാഫ് ഡ്യൂപ്ലെക്സിലാണോ പ്രോസസ്സ് ടേക്സ് പ്ലേസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് മെയിൻലി അലോ ചെയ്യണം എന്താണ് രണ്ട് പ്രോസസ്സസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വൺ വേ അറ്റ് എ ടൈം. ഒരു ടൈം വൺ വേ അറ്റ് എ ടൈം ആണ് ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ. ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ടു വേ അറ്റ് എ ടൈം. രണ്ട് വേ അറ്റ് എ ടൈമിൽ ടു വേ പോസിബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് ഫുൾ ഡ്യൂപ്ലെക്സ്. അപ്പം ഡയലോഗ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഡ്യൂപ്ലെക്സ് ആണോ ഹാഫ് ഡ്യൂപ്ലെക്സ് ആണോ എന്ന് എന്ത് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ ഇത് ചൂസ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് വൺ സിങ്ക്രണൈസേഷൻ. സിങ്ക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദ സെക്ഷൻ ലെയർ അലൗസ് എ പ്രോസസ് ടു ആഡ് ചെക്ക് പോയിന്റ്സ്. അതായത് ഒരു പാക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിങ്ക്രണൈസേഷൻ പോയിന്റ്സോ അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സിന് കൊടുക്കും. ഓക്കെ, ആ ഒരു സെക്ഷൻ ലെയർ ആയിരിക്കും ആ പ്രോസസ്സിന് ഒരു ചെക്ക് പോയിന്റ്സോ അല്ലെങ്കിൽ ഒരു സ്ട്രീം ഓഫ് സിങ്ക്രണൈസേഷൻ പോയിന്റ്സോ അലോ ചെയ്യുന്നതാണ് എന്ത് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ ഇത്രയും? നെക്സ്റ്റ് നമുക്ക് വരുന്ന ലെയർ ആണ് അടുത്ത ആറാമത്തെ ലെയർ ആണ് നമ്മുടെ പ്രസൻറ്റേഷൻ ലെയർ. അപ്പോൾ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വാക്ക് കേൾക്കാൻ പറയുന്നത് നമ്മളെന്ത് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ വാക്കിൽ തന്നെയുണ്ട് പ്രസൻറ്റേഷൻ. അതായത് നമ്മുടെ ഡേറ്റ പ്രസൻറ്റേഷൻ ആണ് പ്രസൻറ്റേഷൻ ലെയർ കൺസേൺ ചെയ്യുന്നത്. അതായത് നമ്മളവിടെ രണ്ട് സിസ്റ്റംസ് തമ്മിലുള്ള സിൻടാക്സ് സെമാറ്റിക്സ് ഇതൊക്കെ കൺസേൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റി എന്നാണ് ഈ പ്രസൻറ്റേഷൻ നമ്മൾ ഒന്ന് പ്രസൻറ്റ് ചെയ്യുക ഡേറ്റ പ്രസൻറ്റേഷൻ. അത് നമ്മൾ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ട്രാൻസ്ലേഷൻ, എൻക്രിപ്ഷൻ, കംപ്രഷൻ ആണ്. ഫസ്റ്റ് വൺ എന്താണ് ട്രാൻസ്ലേഷൻ. എന്താണ് ട്രാൻസ്ലേഷൻ? ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലേ. അതായത് നമുക്കിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡേറ്റ വന്നു, സെൻറ്ററിൽ നിന്നൊരു ഡേറ്റ വന്നു, അതിനെന്ത് ചെയ്യുക ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം? റിസീവർ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, അതാണ് ട്രാൻസ്ലേഷൻ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ പ്രസൻറ്റേഷൻ ലെയർ അറ്റ് ദ സെൻറ്റർ ചേഞ്ചസ് ദ ഇൻഫോർമേഷൻ ഫ്രം ഇറ്റ്സ് സെൻറ്റർ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റ്. സെൻറ്ററിലോട്ട് ഡേറ്റ എങ്ങനെയായിരിക്കും വരുന്നത്? ഒരു സെൻറ്റർ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റിലായിരിക്കും എത്തുക. അതിനെ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യണം. ആ ഇൻഫോർമേഷൻ ചേഞ്ച് ചെയ്ത് ഒരു കോമൺ ഫോർമാറ്റിലോട്ട് ആക്കുക. പ്രസൻറ്റേഷൻ ലെയർ എന്ത് ചെയ്യും? ആ റിസീവിങ് മെഷീൻ ചേഞ്ച് ഉണ്ടല്ലോ അതിനെ കോമൺ ഫോർമാറ്റിൽ നിന്ന് എന്തിലോട്ട് മാറ്റും? ഒരു റിസീവർ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റ്, റിസീവറിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റിലോട്ട് ചേഞ്ച് ചെയ്യും. അതാണ് ട്രാൻസ്ലേഷൻ. ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പ്രൈവസി എൻഷുർ ചെയ്യുന്നത്. അതായത് സെൻഡർ ട്രാൻസ്ഫോംസ് ദ ഒറിജിനൽ ഇൻഫോർമേഷൻ ടു അനദർ ഫോം ആൻഡ് സെൻഡ്സ് ദ റിസൾട്ടിംഗ് മെസ്സേജ് ഔട്ട് ഓവർ ദ നെറ്റ്വർക്ക്. നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, അത് എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും അറിയാലോ. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സെൻഡർ എന്ത് ചെയ്യും? ആ ഒറിജിനൽ ഇൻഫോർമേഷനെ വേറൊരു ഫോമിലോട്ട് അയക്കും. എന്തിനാണ്? അത് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി, വേറൊരു പ്രൈവസി, അത് നമുക്ക് സെക്യൂരിറ്റി എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? വേറൊരു ഫോമിലോട്ട് മാറ്റിയിട്ടായിരിക്കും ആ ഒരു റിസൾട്ടിങ് മെസ്സേജിനെ നെറ്റ്വർക്ക് വഴി അയക്കുന്നത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ഇൻഫോർമേഷൻ എടുക്കാനുള്ള ഇത് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുക. നമ്മൾ വാട്സപ്പൊക്കെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അല്ലേ, അതേപോലെ. ഇനി ഡിക്രിപ്ഷൻ ആണെങ്കിൽ റിവേഴ്സ് ദ ഒറിജിനൽ പ്രോസസ് ടു. അതായത് എൻക്രിപ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഡേറ്റ അത് നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് പുറത്തൊന്നും ഒരാൾക്കത് മനസ്സിലാൻ പറ്റില്ല, അത് വേറൊരു ഫോമിലായിരിക്കും എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ തിരിച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒറിജിനൽ ഡേറ്റ ആയിട്ട് കിട്ടാനുള്ള റിവേഴ്സ് പ്രോസസ്സാണ് എന്ത്? ഡിക്രിപ്ഷൻ. It transforms the original process to transform the message back to its original form. തിരിച്ച് നമ്മുടെ ആ ഒറിജിനൽ ഫോമിലോട്ട് ബാക്ക് തിരിച്ച് കിട്ടുന്ന പ്രോസസ്സാണ് ഡിക്രിപ്ഷൻ. എൻക്രിപ്ഷനും ഡിക്രിപ്ഷനും ഓക്കെ അല്ലേ? നെക്സ്റ്റ് കംപ്രഷൻ. കംപ്രഷൻ എന്ന് അറിയാലോ, ഇപ്പം നമ്മളൊരു നമ്പർ ഓഫ് ബിറ്റ്സ് ആ ഒരു ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ അതിനെന്തേ കംപ്രസ് ചെയ്യുക. മാക്സിമം ലോ, അത് എത്ര നമുക്ക് ചുരുക്കിയ ലോ ആയിട്ടുള്ള ഒരു ഇതിലാക്കാൻ പറ്റും, അങ്ങനെ കംപ്രസ് ചെയ്യുക. ഡേറ്റ കംപ്രഷൻ റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ ഇൻഫോർമേഷൻ. ആ ഒരു ഇൻഫോർമേഷനിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടോ അതിനെന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. ഡേറ്റ കംപ്രഷൻ ബിക്കംസ് പാർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് മൾട്ടി ഡേറ്റ. ഈ ടെക്സ്റ്റും ഓഡിയോ വീഡിയോ ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡേറ്റ കംപ്രഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ലെയർ ആണ് എന്ത്? ആപ്ലിക്കേഷൻ ലെയർ. നമ്മുടെ ആറാമത്തെ ലെയർ ആപ്ലിക്കേഷൻ ലെയർ. എന്താണ് ആപ്ലിക്കേഷൻ ലെയർ? മെയിൻലി ആപ്ലിക്കേഷൻ ലെയർ പെർഫോം ചെയ്യുന്ന ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. അത് യൂസേഴ്സിന് എന്ത് ചെയ്യുക? സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. യൂസേഴ്സുമായിട്ടുള്ള ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻ്റർഫേസ് ആണ് എന്ത്? ആപ്ലിക്കേഷൻ ലെയർ പെർഫോം ചെയ്യുന്നത്. പ്രൊവൈഡ് ദ സർവീസസ് ടു users. Application layer enables the users whether human or software നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ എനാബിൾ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് യൂസർ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ സപ്പോർട്ട് ഫോർ സർവീസസ് ലൈക്ക് ഇലക്ട്രോണിക് മെയിൽ, ഇമെയിലും റിമോട്ട് ഫയൽ ആക്സസിങ്, ട്രാൻസ്ഫറിങ്, ഷെയർ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ എന്ത് ചെയ്യും? യൂസർ ഇൻ്റർഫേസിനും സപ്പോർട്ട് ചെയ്യും. ഈ സർവീസസൊക്കെ സപ്പോർട്ട് ഫോർ സർവീസസ്. ഓക്കെ, നെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ, ആക്സസ് ആൻഡ് മാനേജ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫയൽ ട്രാൻസ്ഫറിങ്ങും. ഇറ്റ് അലോസ് എ യൂസർ ടു ആക്സസ് ഫയൽ. യൂസർ അതായത് ഹ്യൂമനോ സോഫ്റ്റ്വെയറോ ആ യൂസറിന് എന്ത് ചെയ്യുക? ഫയൽ ആക്സസ് ചെയ്യാനും ആ ഒരു ഫയൽ റിട്രീവ് ചെയ്യാനും ആ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള ആക്സസ് കൊടുക്കുക. പിന്നെ മെയിൽ സർവീസസ്. ദിസ് ആപ്ലിക്കേഷൻ പ്രൊവൈഡ്സ് ദ ബേസിസ് ഫോർ ഇമെയിൽ ഫോർവേഡിങ്, സ്റ്റോറേജിനൊക്കെ ബേസിസ് കൊടുക്കുന്നത് ആപ്ലിക്കേഷൻ ലെയർ ആണ്. പിന്നെ ഡയറക്ടറി സർവീസസ്, അതായത് ആപ്ലിക്കേഷൻ പ്രൊവൈഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് സോഴ്സസും അതേപോലെ ഗ്ലോബൽ ഇൻഫോർമേഷൻ അബൌട്ട് വേരിയസ് ഒബ്ജക്ട്സും സർവീസസും എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി മെയിൻ പ്രോട്ടോകോൾസ് ഇവിടെ യൂസ് ചെയ്യുന്നത് FTP, SMTP, HTTP. ഇതൊക്കെ നമ്മൾ വരുന്ന അടുത്ത മൊഡ്യൂൾസിലൊക്കെ പഠിക്കും. എന്താണ് FTP, SMTP, HTTP? ഇത് ഇത്രയും പ്രോട്ടോകോൾസ് ആണ് ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്നത്. ഇത്രയും ലെയർ ഓക്കെ അല്ലേ? ഈ 7 ലെയേഴ്സും നമ്മളിപ്പം റെഫറൻസ് മോഡൽ ISO OSC റെഫറൻസ് മോഡൽ ചോദിക്കുമ്പോൾ ഈ 7 ലെയേഴ്സും പറ്റി ഡിസ്ക്രൈബും ചെയ്യണം. ആ ലെയർഡ് ആർക്കിടെക്ചർ വരച്ച് കാണിക്കുകയും വേണം. ഓക്കെ അല്ലേ?